തെലങ്കാന രാഷ്ട്രീയത്തിൽ വലിയ സ്ഫോടനങ്ങളാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ നടന്നത്. ഇതിന്റെ ക്ലൈമാക്സിൽ എത്തി നിൽക്കുമ്പോൾ മുൻ മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖര റാവുവിന്റെ മകൾ കെ കവിത BRS-ൽ നിന്നും പുറത്തുപോയിരിക്കുകയാണ്. കവിത കോൺഗ്രസിൽ ചേരാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ കാണുന്നത്. കവിതയുടെ വരവ് കോൺഗ്രസിന് വലിയ മൈലേജ് സമ്മാനിക്കുമെന്ന കാര്യത്തിൽ തർക്കമേയില്ല. തെലങ്കാന ഇപ്പോൾ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. തുടർഭരണത്തിൽ തിളച്ചു നിന്ന കെ ചന്ദ്രശേഖര റാവുവിന്റെ BRS-നെ വീഴ്ത്തിയാണ് രേവന്ത് റെഡ്ഡിയുടെ തെലങ്കാന കോൺഗ്രസ് പിടിച്ചെടുത്തത്. പിന്നാലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും BRS തകർന്നു. ഇതോടെ പാർട്ടിക്കുള്ളിൽ പല പൊട്ടിത്തെറികളും ഉടലെടുത്തു. അതിന്റെ ക്ലൈമാക്സ് ആണ് ഇപ്പോൾ കവിതയുടെ വഴിപിരിയിൽ വരെ എത്തി നിൽക്കുന്നത്. MLC സ്ഥാനവും കവിത രാജിവെച്ചു കഴിഞ്ഞു. ഇതോടെ ഇനി പാർട്ടിയിലേക്ക് ഒരു മടങ്ങിവരവ് ഇല്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കവിത. ബന്ധുവായ ടി ഹരീഷ് റാവു ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾക്കെതിരെ നടത്തിയ സ്ഫോടനാത്മകമായ പരാമർശങ്ങൾക്ക് പിന്നാലെയായിരുന്നു കവിതയെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തത്. KCRന്റെ ആരോഗ്യവും പാർട്ടി പ്രവർത്തകരെയും ശ്രദ്ധിക്കണമെന്ന് റാം അണ്ണയോട് അഭ്യർത്ഥിക്കുന്നു. സഹോദരനും മുൻ മന്ത്രിയുമായ KT രാമറാമുവിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് കവിത പറഞ്ഞ വാക്കുകളാണിത്. തെലങ്കാനയിലെ ദളിതർക്കും പിന്നോക്ക വിഭാഗങ്ങൾക്കും നീതി ഉറപ്പാക്കിയ KCR ആണ് തന്റെ പ്രചോദനമെന്നും പറഞ്ഞ കവിത കോൺഗ്രസിലേക്കാണ് തന്റെ പോക്കെന്ന് മാത്രം സ്ഥിരീകരിച്ചിട്ടില്ല. പാർട്ടിക്കുള്ളിൽ ഗൂഢാലോചനകൾക്ക് താൻ ഇരയാണെന്നും കവിത ആരോപിക്കുന്നുണ്ട്. പാർട്ടി ഓഫീസിനുള്ളിൽ നിന്ന് തന്നെ വ്യാജ പ്രചാരണം നടക്കുന്നുണ്ടെന്നും സഹോദരനോട് പറഞ്ഞതായിട്ടും കവിത പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പ്രസിഡന്റായ സ്വന്തം സഹോദരനിൽ നിന്നും ഒരു പ്രതികരണം ഉണ്ടാകാതിരുന്നപ്പോൾ സാഹചര്യം മനസ്സിലാക്കിയെന്നും കവിത പറയുന്നുണ്ട്. നേരത്തെ BJP കവിതയെ അവരുടെ തട്ടകത്തിൽ എത്തിക്കാൻ ശ്രമം നടത്തിയിരുന്നു. മഹാരാഷ്ട്രയിൽ ഭരണം പിടിച്ച ഷിൻഡെ മോഡലിൽ തെലങ്കാനയിലും ഭരണം പിടിക്കാൻ BJP ശ്രമിച്ചു എന്ന ആരോപണമാണ് അന്ന് കവിത ഉന്നയിച്ചത്. ഷിൻഡെ മോഡലായിരുന്നു അവരുടെ വാഗ്ദാനം. കോൺഗ്രസിൽ ചേരാനായി കവിത പാർട്ടി അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയെ സമീപിച്ചുവെന്നും BJP MP ധർമ്മപുരി അരവിന്ദ് ആരോപിച്ചിരുന്നു. ഇതിന് മറുപടിയുമായിട്ടായിരുന്നു MLC കൂടിയ കവിത തുറന്നടിച്ചത്. ഞാനൊരു ഡീസന്റ് രാഷ്ട്രീയക്കാരിയാണ്. വളരെയധിക കാലം ഒരു രാഷ്ട്രീയക്കാരി എന്ന നിലയ്ക്ക് തനിക്കിവിടെ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ആരെയും പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ BJPയിലെ ചിലർ തനിക്ക് മുൻപിൽ ഒരു പ്രപ്പോസലുമായി വന്നിരിക്കുന്നു. ഷിൻഡെ മോഡലായിരുന്നു അവരുടെ വാഗ്ദാനം. എന്നാൽ അത് നിരസിച്ചുവെന്നും കവിത അന്ന് ചൂണ്ടിക്കാണിച്ചതാണ്. ഇതിന് മാസങ്ങൾക്ക് ശേഷമാണ് കവിത ഇപ്പോൾ BRS-ൽ വിട്ട് പുറത്തേക്ക് വന്നിരിക്കുന്നതും. കവിത പാർട്ടിയിൽ എത്തിയാൽ അടുത്ത മാസം സന്ദർശനത്തിന് വരുന്ന രാഹുൽ ഗാന്ധി തന്നെ നേരിട്ട് ആ വനിതാ നേതാവിനെ സ്വീകരിക്കാൻ എത്തുമെന്നും പറയുന്നുണ്ട്.